ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒട്ടും തയ്യൽ തുമ്പ് പുറത്ത് കാണിക്കാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ ഫ്രോക്കിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഈ വീഡിയോയിലോട്ട് പോവാം. ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇതിൽ മെഷർമെൻറ്റ് കാണിക്കുന്നില്ല കേട്ടോ. വെറും സ്റ്റിച്ചിങ്, തയ്യൽ തുമ്പ് പുറത്ത് കാണിക്കാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ് മാത്രമേ ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ഇതുപോലെ കൈക്കുഴിയും അതുപോലെ തന്നെ ആ നെക്ക് റൗണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് കൈക്കുഴിയും നെക്ക് റൗണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവരും കുറച്ചൊക്കെ അറിയാം, അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഡ്രസ്സാണെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഒന്ന് എല്ലായിടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്യും തോറും അതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് നല്ല ഭംഗിയിൽ കിട്ടും. എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ച് വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കൈക്കുഴിയും ബാക്ക് നെക്കും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഒട്ടും കാണാതെ ഇതാ ഫ്രണ്ട് പോർഷനും അതേപോലെ ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡും കൂടെ നോക്കി നോക്കാം കേട്ടോ. കാണാണ്ടോ, ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പോർഷനും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ എങ്ങനെയാണോ ബാക്ക് നെക്ക് ചെയ്ത് അതുപോലെ തന്നെ രണ്ട് കൈക്കുഴിയും അതുപോലെ നെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ഷോൾഡറൊക്കെ വീതി ഒരേ ലെവലിലേക്ക് ആവണം കേട്ടോ. ഒരു ഭാഗം കൂടുതൽ ഒരു ഭാഗം ഒരുപാട് കമ്മി അങ്ങനെ ആവരുത്. ഏകദേശം ഒപ്പമായിട്ട് നിൽക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതാ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എപ്പോഴും കട്ടിങ് കൈക്കുഴിൻ്റെ അവിടെയൊക്കെ ഒരുപാട് അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് റൗണ്ട് ചുളിവില്ലാണ്ട് കിട്ടുള്ളൂ. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ത്രെഡിൽ തട്ടാതെ മാക്സിമം കട്ട് ചെയ്തെടുക്കാൻ, ത്രെഡിനോട് ചേർന്നിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും ശ്രമിക്കുക കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് നോക്കാം. ഇപ്പോൾ കാണാണ്ട് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കും കൈക്കുഴിയൊക്കെ. ഇനി നമുക്കത് തിരിച്ച് വെച്ച് നോക്കാം. ഇപ്പം നമ്മുടെ ബാക്കും ഫ്രണ്ടും നെക്കും അതുപോലെ തന്നെ കൈക്കുഴിയും ഒക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തിരിച്ച് വെച്ച് നോക്കാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കും അത്യാവശ്യം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കി നോക്കൂ, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഒട്ടും കാണാതെ. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അതെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതുപോലെ എന്താ പറയുക, നല്ല വശത്തോട്ട് വെച്ചിട്ടല്ല, അതൊന്ന് തിരിച്ച് വെച്ച് നോക്കുക. ബാക്ക് സൈഡിലോട്ട് തന്നെ നമ്മൾ വെക്കുക. ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് തന്നെ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മറ്റേ പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റണം. അത് എങ്ങനെയെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം കാണാണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതാ ബാക്ക് പീസ് നമ്മൾ കയറ്റി കൊടുക്കുക. വർക്ക് മെറ്റീരിയലും ഒരുമിച്ചിട്ടും ലൈനിങ് പോർഷൻ ഒരുമിച്ചിട്ടും വേണം കേട്ടോ വെച്ചിട്ട് കയറ്റാൻ. അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വർക്ക് മെറ്റീരിയലിൻ്റെ ഭാഗത്തേക്ക് ലൈനിങ്ങും ആയിട്ടാണ് കിടക്കുക. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ കയറ്റിയെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു ഷോൾഡർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കാണാണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം. രണ്ട് ഷോൾഡറിൻ്റെ വീതിയും കാണാണ്ടോ ഏകദേശം ഒപ്പാണ് കേട്ടോ. ഇനി ഇതുപോലെ ഈ സൈഡും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. കാണാണ്ടോ, എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ലൈനിങ് പീസും ഒരേ ഭാഗത്തും വർക്ക് മെറ്റീരിയലും ഓരോ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം കേട്ടോ, മാറി വരരുതേ. ഇനി ഇതുപോലെ നമ്മൾ കറക്റ്റാക്കി വെച്ച ശേഷം രണ്ട് ഷോൾഡറും നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആ ഒരു നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത ഷോൾഡർ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ല സ്റ്റിച്ചിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ.
ഇതുപോലെ ഇടുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക മാക്സിമം. ഇതുപോലെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു സ്റ്റിച്ച് ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അത് ക്രോസ് ആയിട്ടൊന്ന് ഷോൾഡറിൻ്റെ നെക്കിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ മറ്റേ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ കാണാണ്ടോ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ ഒരു സ്ക്വയർ ഷേപ്പ് കാണാണ്ടോ, അവിടെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കുക. ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കാണാണ്ടോ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗം കാണാണ്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. കാണാണ്ടോ. ഇപ്പോൾ ഫുൾ ഭാഗം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡ് മാത്രമാണ് നമുക്ക് ജോയിൻറ്റ്, അടിഭാഗം സൈഡ് ഭാഗം മാത്രമാണ് ജോയിൻറ്റ് എടുക്കാനുള്ളത്. കാണാണ്ടോ ഫ്രണ്ടും ബാക്കും ലൈനിങ് പോർഷനൊക്കെ തയ്യൽ തുമ്പൊട്ടും കാണാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ച ശേഷം നല്ല വശത്തോട്ട് ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യേണ്ട രീതി കറക്റ്റായിട്ടും ഫോളോ ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊന്ന് കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ഇതിൻ്റെ വർക്ക് മെറ്റീരിയലും പൊക്കി വെക്കുക. അതുപോലെ തന്നെ അടിഭാഗത്തെ വർക്ക് മെറ്റീരിയൽ കാണാണ്ട് നല്ല വശം ഒരുമിപ്പിച്ച് വെക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പീസ് കിട്ടും. നോക്കിക്കോട്ടോ. വർക്ക് മെറ്റീരിയൽ ഒരു ഭാഗത്ത്, ലൈനിങ് ഒരു ഭാഗത്ത്. ആ ജോയിൻറ്റ് വരുന്നത് കൈക്കുഴിയാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാണ്ടോ കൈക്കുഴിയാണ് അത് വരുന്നത്. അപ്പോൾ കൈക്കുഴി 2 ഭാഗം കറക്റ്റ് പോയിൻ്റ് തെറ്റാണ്ട് കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ കയറി ഇറങ്ങിയിട്ടാണ് കിടക്കുക. ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നിവർത്തി നോക്കി നോക്കാം. കാണാണ്ടോ നല്ല വശത്തും തയ്യൽ തുമ്പില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കി നോക്കും, അവിടെയും തയ്യൽ തുമ്പ് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടെ ഉണ്ട് കേട്ടോ, സൈഡ് ജോയിൻറ്റ് ചെയ്യണത്. ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഈ സൈഡും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നിവർത്തി വെക്കുക. 2 ലൈനിങ് അത് ഒരുമിപ്പിച്ച് വെക്കുക. നല്ല വശം അത് ഒരുമിപ്പിച്ച് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും പറയാൻ കേട്ടോ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവരും ഡൗട്ട്സുള്ള ആൾക്കാരും എനിക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. മെസ്സേജ് വഴി അറിയിക്കാം കേട്ടോ. ഇപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിലും സ്റ്റിച്ചിങ് തയ്യൽ തുമ്പില്ല. അതുപോലെ ഷോൾഡറോ നെക്കിൻ്റെ അവിടെ ഒന്നുമില്ല. ഇനി അടിഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ചിങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പുതിയ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം.